സന്യാസം എന്നത് എത്ര മഹത്വരമാണ്, സന്തോഷപ്രദമാണ് എന്ന് കാണിച്ചു തരികയാണ് സിസ്റ്റർ ജിസല്ല. സന്യാസത്തിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ 25 വർഷം പിന്നിടുകയാണ് ഈ സന്യാസിനി. ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുത്തതാണ് സിസ്റ്റർക്ക് സന്യാസ വസ്ത്രം. ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് മദേഴ്സ് ഓഫ് സോറോ LSMS അംഗമായ സിസ്റ്റർ 2000 ഫെബ്രുവരി 12 വ്രതവാഗ്ദാനം നടത്തുന്നത്. ഇറ്റലിയിലും ബ്രസീലിലുമായിരുന്നു സിസ്റ്ററിന്റെ സന്യാസ ജീവിതം മുഴുവൻ. പഠനവും സേവനവുമായി 10 വർഷം ഇറ്റലിയിലും പിന്നീട് ബ്രസീലിലും. വടക്കാഞ്ചേരി പരേതനായ ചൂണ്ടൽ പത്രോസിന്റെ 4 മക്കളിൽ ഇളയതാണ് സിസ്റ്റർ ജിസല്ല. ജാൻസി, ജാൻസൺ, ജോയ്സൺ എന്നിവരാണ് സഹോദരങ്ങൾ. ബാല്യത്തിലെ തന്നെ പ്രാർത്ഥനാ ജീവിതം പരിശീലിപ്പിച്ചത് അമ്മ ചിന്നമ്മയാണ്. മിഷൻ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കണം എന്ന അതിരറ്റ ആഗ്രഹമാണ് സിസ്റ്ററെ സന്യാസത്തിലെത്തിച്ചത്. മയക്കുമരുന്നിന്റെ കുത്തൊഴുക്കിൽ ജീവിതം നഷ്ടപ്പെട്ടവർക്കിടയിലും തെരുവിലും നിരക്ഷര ഗ്രാമങ്ങളിലുമെല്ലാം കടന്നു ചെന്ന് ശുശ്രൂഷ ചെയ്ത പതിറ്റാണ്ടുകളെ പറ്റിയാണ് സിസ്റ്റർക്ക് പറയാനുള്ളത്. ദാരിദ്ര്യത്തിന്റെ നടുവിൽ കഴിയുന്ന 65 ദശലക്ഷം നിവാസികളുള്ള എൽ സാൽവഡോറിന്റെ പ്രാന്തപ്രദേശത്താണ് ആദ്യത്തെ 6 വർഷം ഞാൻ സേവനം ചെയ്തത് എന്ന് സിസ്റ്റർ പറയുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ച കോൺസുലേറ്റ് മിഷണറി ആയിരുന്ന ബൊളോനസ് പുരോഹിതൻ ഡോൺ ഏണസ്റ്റോ ടാബിനെല്ലിയുടെ സഹോദരി സിസ്റ്റർ അനീനിയയുടെ സാക്ഷ്യം വായിച്ചതിനു ശേഷം അവളുടെ ജീവിതാനുഭവം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു. ഏകദേശം 31 വർഷം മുൻപ് ഞാൻ എന്റെ നാടും എന്റെ പ്രിയപ്പെട്ടവരെയും ഉപേക്ഷിച്ച് ഇറ്റലിയിലേക്ക് പോയി. എങ്കിലും ഒരു മിഷണറി ആവുക എന്നതിന്റെ അർത്ഥത്തെക്കുറിച്ച് അന്ന് എനിക്ക് പൂർണ്ണമായും അറിവില്ലായിരുന്നു. സുവിശേഷം, സഭയുടെ ദൗത്യത്തിന്റെ മാനം എന്നിവ മനസ്സിലാക്കാൻ എന്നെ സഹായിച്ച ഈ വിശുദ്ധയുടെ പുസ്തകം എന്റെ കൈകളിൽ എത്തിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ആവിലായിലെ വിശുദ്ധ തെരേസ പറയുന്നു, സാക്ഷാത്കരിക്കാൻ കഴിയാത്ത ഒരു ആഗ്രഹവും ദൈവം നമ്മുടെ ഹൃദയത്തിൽ വെച്ചിട്ടില്ല. ബ്രസീലിൽ സ്ഥിതി ചെയ്യുന്ന ഞങ്ങളുടെ മിഷൻ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാൻ ഞാൻ ലാറ്റിൻ അമേരിക്കയിലേക്ക് പോകണം എന്ന് എന്റെ മേലധികാരികൾ നിർദ്ദേശിച്ചപ്പോൾ ഞാൻ ആ വാക്കുകൾ അനുസരിച്ചു, അത് വിശ്വസിച്ചു. സാൽവഡോറിലെ ബെഹയ സംസ്ഥാനത്തിന്റെ പ്രാന്തപ്രദേശത്ത് എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചു. ഞാൻ ഈ മിഷൻ ഭൂമിയിലെത്തിയിട്ട് 13 വർഷങ്ങൾ തികയുന്നു. ബ്രസീലിൽ നിലനിൽക്കുന്ന ഞങ്ങളുടെ 3 ചെറിയ കമ്മ്യൂണിറ്റികളിലും ജീവിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ഓരോ സ്ഥലത്തും ഓരോ ദൗത്യം. മയക്കുമരുന്നുകളുടെയും ഭൗതികവും ആത്മീയവുമായ ദാരിദ്ര്യത്തിന്റെ നടുവിൽ കഴിയുന്ന ഈ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിലാണ് എന്റെ സേവനം. ഞങ്ങൾ ഇടവകയിലെ സേവനത്തിനപ്പുറം പൊതുസമൂഹത്തിലും ഇടപെടലുകൾ നടത്തുന്നു. തെരുവുകളിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുന്നു, മയക്കുമരുന്നിന് അടിമയായവരെ മോചിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ലക്ഷ്യത്തോടെ തുടങ്ങിയ ഇടവകയുടെ ഒരു കേന്ദ്രം പ്രൊജക്ടോ ക്രഷർ ഏകോപിപ്പിക്കുന്നു. അതിവിദൂരമായ ചാപ്പലുകളാണ് ഇടവകയിലുള്ളത്. ചില കമ്മ്യൂണിറ്റികൾ 30-40 കിലോമീറ്ററുകൾ അകലെ. ആളുകൾക്ക് ഈ ചാപ്പലുകളിൽ എത്തിച്ചേരാൻ കഴിയാതെ വരുമ്പോൾ ഞങ്ങൾ സന്യാസിനികൾ മാനുഷികവും ആത്മീയവുമായ രൂപീകരണത്തിന് അവരെ സഹായിക്കുന്നു, അവർക്ക് സേവനം ചെയ്യുന്നു. ഞാനിപ്പോൾ എൽ സാൽവദോറിൽ നിന്ന് വളരെ അകലെയുള്ള 3ാമത്തെ കമ്മ്യൂണിറ്റിയിലാണ്. ഇവിടെ സുവിശേഷവൽക്കരണ സേവനത്തിനായി ഞങ്ങളോട് ആവശ്യപ്പെടുന്ന ഇടവകകളിലെ പിതാക്കന്മാരോടൊപ്പം പ്രവർത്തിക്കുന്നു. എല്ലാറ്റിനുമുപരിയായി ഒരു ധാർമ്മിക പിന്തുണ നൽകുന്നു. ഇതിനെല്ലാം അപ്പുറം സ്വയം ദൈവത്തിനായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കളെ സഹായിക്കുന്ന പരിശീലന കമ്മ്യൂണിറ്റികളാണ് ഞങ്ങൾക്കിവിടെ ഉള്ളത്. ഈ ദൗത്യ അനുഭവത്തിൽ ഞാൻ ശരിക്കും സന്തുഷ്ടയാണ്. അവിടെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുമ്പോൾ ഞാൻ സ്വയം പരിഷ്കൃതനായി തുടരുന്നു. ജ്ഞാനസ്നാനം സ്വീകരിച്ചതിനാൽ നാം എല്ലാം മിഷണറിമാരാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനുള്ള കടമയുണ്ട്. അതിനെല്ലാം ഉപരി ദാരിദ്ര്യവും നൈർമല്യവും അനുസരണയും എളിമയുമുള്ള ഒരു ജീവിതത്തിന്റെ സാക്ഷ്യത്തോടെ പിതാവിന്റെ ആദ്യത്തെ മിഷണറിയായ ഈശോയെ അനുഗമിക്കാനുള്ള യാത്രയിലാണ് താനെന്നാണ് സിസ്റ്റർ പറയുന്നത്. പ്രമുഖ വചനപ്രഘോഷകനായ ജോയ്സൺ വടക്കാഞ്ചേരിയുടെ സഹോദരി കൂടിയാണ് ജോയ്സി എന്ന സിസ്റ്റർ ജിസല്ല. സിസ്റ്ററിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ജൈനീസ് മീഡിയയുടെ എല്ലാവിധ ആശംസകളും.